ഇപ്പോഴത്തെ ഈ ഒരു ടൈമിൽ നീ സ്റ്റാറിൽ പഠിക്കുന്ന ഒരു ചെറുക്കനടുത്ത് നിനക്ക് ഫ്യൂച്ചറിൽ പ്ലാൻ എന്താ, നിനക്ക് എന്താണ് താല്പര്യം, നിൻ്റെ ലൈഫ് എങ്ങനെയാണെന്ന് എനിക്ക് വേണ്ട. അങ്ങനെ നീ അവൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഉടനെ പറയും എനിക്ക് ബിസിനസ് ചെയ്യണം. ഏതവനും ആട്ടെ ലൈഫിൽ ഒരിതും ഇല്ലാതെ നിൽക്കുന്നവനാണെങ്കിൽ കൂടെ എനിക്ക് ബിസിനസ് ചെയ്യണം, കുറേ കാശുണ്ടാക്കണം. ഇതാണിപ്പോൾ എല്ലാവന്മാരും പറയുന്നത്. നിനക്കൊരു ബിസിനസ് മാൻ ആകണമെന്ന് പറയുന്നത്, നിനക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് പറയുന്നത് അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള കാര്യം, ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള മാറ്റർ അല്ലത്. 6ൽ പഠിക്കുന്ന ഒരു കൊച്ചിന് വരെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്ന സാധനം ബിസിനസ് തുടങ്ങണമെന്നാണ്. പക്ഷേ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരുടെ അടുത്ത് ഓക്കെ നീ ഇങ്ങനെ ചോദിച്ചു നോക്ക്, ഓക്കെ നീ പറഞ്ഞ പോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, നീ എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നത്, നിൻ്റെ പ്ലാൻ എന്താ, എക്സാക്ട്ലി നീ എന്താ ചെയ്യാൻ പോകുന്നത്, അതവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, ബിസിനസ് തുടങ്ങിയാൽ മതി, ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആകും, ബിസിനസ് തുടങ്ങിയാൽ ഇങ്ങോട്ട് പൈസ വരാൻ തുടങ്ങും. അതാണ് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ്റെ മൈൻഡിലുള്ള ഏറ്റവും വലിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. കാരണം അതിന് അവരെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പം നിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും എൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയേൻ്റെ ഇൻഫ്ലുവൻസ് ഭയങ്കര കൂടുതലാണ്. അതായത് നീ ഇൻസ്റ്റാഗ്രാം എടുത്താലും യൂട്യൂബ് എടുത്താലും കുറേ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. 9 to 5 കംപ്ലീറ്റ് വേസ്റ്റാണ്. 9 to 5 പോയിട്ട് കാര്യമില്ല, നിനക്ക് പൈസ ഉണ്ടാക്കണം, നീ പൈസ ഉണ്ടാക്കിയാലേ കാര്യമുള്ളൂ. പൈസ ഉണ്ടാക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നീ ബിസിനസ് ചെയ്യും. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര സാധനമാണ്, 9 to 5 വേസ്റ്റാണ്. ഈ സാധനം ഭയങ്കരമായിട്ടുള്ള, ഞാനും എൻ്റെ വീഡിയോസിൽ കുറേ പറഞ്ഞിട്ടുണ്ട് 9 to 5 പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫ് ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ പറ്റത്തില്ല. ആൻഡ് അതിൽ ഞാൻ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നെ നിൽക്കുക. നിനക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട്, നീ എന്താ ചെയ്യുന്നത് നിനക്ക് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നീ ആ ഒരു 9 to 5 അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്ക്. കാരണം 9 to 5 നീ കയറി കഴിഞ്ഞാൽ നിൻ്റെ ലൈഫ് ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, അതൊരു സൈഡിൽ നിൽക്കട്ടെ, ഞാൻ ബാക്കി ആ ഒരു മെയിൻ പോയിന്റിനെ പറ്റി പറയാം. അതായത് നീ ഒരു 9 to 5 വേസ്റ്റ് ആണ്. 9 to 5 പോയി കഴിഞ്ഞാൽ നിനക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ പറ്റത്തില്ല ഇങ്ങനെ പറ്റത്തില്ല എന്നുള്ള ആ ഒരു ഇത് കേട്ട് ജസ്റ്റ് ആ ഒരു 9 to 5 കൊള്ളത്തില്ല, എനിക്ക് 9 to 5 വേണ്ട, സോ ഇനിയുള്ളത് ബാക്കിയുള്ളത് ബിസിനസ്സാണ്, അങ്ങനെ പറഞ്ഞിറങ്ങാനുള്ളൊരു സാധനമല്ല ബിസിനസ്. അതായത് ഈ ഒരു ബിസിനസ് എന്ന് പറയുന്ന സാധനം നീ ചൂസ് ചെയ്ത് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ നീ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് നീ ഒരു 9 to 5 ഇരിക്കുമ്പോഴത്തേക്കും നീ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടോ അതിൻ്റെ ഇരട്ടി നീ ചിലപ്പോൾ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നീ കഷ്ടപ്പെടേണ്ടി വരും. ഒരിക്കലും ഈസി ആയിട്ടിരിക്കാൻ പോകുന്നില്ല. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നീ ജസ്റ്റ് ഇറങ്ങി എന്തെങ്കിലും ഒരു സാധനം തുടങ്ങിയിട്ട് അപ്പോൾ തന്നെ കുറേ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല. ഇപ്പോൾ കുറേ പിള്ളേരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞാൻ കുറേ എണ്ണത്തിനെ കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി ക്ലോത്തിങ് ബ്രാൻഡ് എന്നും പറഞ്ഞ് ഒരു ടീഷർട്ട് എടുത്ത് എന്തെങ്കിലും ഒരു സാധനം പ്രിൻറ്റ് ചെയ്തിട്ട് അത് ഷിപ്പ് ചെയ്യാൻ നോക്കി അങ്ങനെ കുറേ ഇതാക്കി പോകുന്ന നോക്കി സമ്മതിച്ചു. ഒരു ടൈമിൽ അതെല്ലാ സാധനത്തും അതിൻ്റേതായിട്ടുള്ളൊരു ടൈം പീരീഡ് ഉണ്ട്. ഒരു ടൈമിൽ ഈ ഒരു സാധനം ട്രെൻഡിങ്ങിൽ കയറുമ്പോൾ എല്ലാവന്മാരും കൂടെ അത് ചെയ്ത് നോക്കി. അതായത് ഒരു ടൈമിൽ ഈ സാധനം വെച്ച് കയറിയവന്മാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ സെയിം സാധനമൊക്കെ തന്നെ ഇപ്പോഴും നീ എഴുതിയിട്ട് ഇതാണ് ബിസിനസ്, ഇത് ഇങ്ങോട്ട് പൈസ വരുമെന്നും പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഒരു ടൈമിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ആ സമയത്ത് ഞാനും ആ ഒരു സ്റ്റാർട്ട് ചെയ്ത ടൈം, ആ ഒരു ടൈമൊക്കെയാണ് എൻ്റെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ടൈം. ആ ടൈമിലെന്നൊക്കെ പറഞ്ഞ് ഇത് ഭയങ്കരമായിട്ട് ആ ഒരു സ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ. ഇപ്പോഴെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ SMM എന്നും പറഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മൊത്തം കുറേ ആൾക്കാർ ചെയ്യുന്നൊരു സാധനമാണത്. അതുകൊണ്ട് ഈ ഒരു ബിസിനസ്സിൻ്റെ ഫീൽഡ് നീ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നീ ജസ്റ്റ് എന്തെങ്കിലും ആരോ എവിടെയോ പറഞ്ഞ് കേട്ടൊരു സാധനം വെച്ച് അത് പോയി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിനക്ക് പൈസ കിട്ടാൻ തുടങ്ങാൻ പോകുന്നില്ല. കുറച്ചൊക്കെ നിൻ്റെ ആ ഒരു ഐഡിയാസ് വേണം, നിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിൻ്റെ മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ നീ ആ ഒരു മോൾഡ് ചെയ്തെടുത്ത് ആ ഒരു ബിസിനസ്സായിട്ട് ഉണ്ടാക്കി എടുക്കുക ചെയ്യേണ്ട. ഇവിടെയാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം. എന്നൊക്കെ ഒരു 9 to 5 ഒരു ബിസിനസ്സും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് അറിയുമോ? ഒരു 9 to 5 നീ കയറി കഴിഞ്ഞാൽ, നീ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീ അവിടെ ഭയങ്കരമായിട്ട് ലിമിറ്റഡായി പോകും. നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ലിമിറ്റഡ് ആയിരിക്കും. നീ എപ്പോഴും വേറൊരുത്തൻ്റെ കൺട്രോളിലാണ്. അത് അവനായിരിക്കും തീരുമാനിക്കുന്നത് നീ എന്ത് വർക്ക് ചെയ്യണം, നീ എങ്ങനെ ചെയ്യണം, നീ എത്ര നേരം വർക്ക് ചെയ്യണം, നീ എപ്പോൾ കിടക്കണം, നീ എങ്ങനെ കിടന്നുറങ്ങണം, എത്ര നേരം നിൻ്റെ ഉറക്കം വേണം, നീ എത്ര നേരം വർക്ക് ചെയ്യണം. ഇതേപോലെ നിൻ്റെ ലൈഫിൽ നിനക്ക് സ്വയമായിട്ട് ആ ഒരു കൺട്രോൾ ഉള്ളതിനേക്കാളും കൂടുതൽ വേറൊരുത്തം പറയുന്ന അനുസരിച്ചായിരിക്കും നീ ജീവിക്കേണ്ടി വരുന്നത്. അത് നിനക്കിപ്പോൾ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകണമെങ്കിൽ നീ ഏറ്റവും ആദ്യം ആ ഒരു മാറ്റർ, നിൻ്റെ ആ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റർ നീ ഡീൽ ചെയ്യുന്നതിന് മുന്നേ ഇവനെ വിളിച്ച് അറിയിക്കേണ്ടി വരും. ഹലോ സാറേ, എനിക്കിന്ന് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായി. സാറേ എനിക്കിന്ന് ചേച്ചീൻ്റെ കൊച്ചിൻ്റെ നൂലുകെട്ടാണ്, അപ്പോഴത്തേക്കും അവിടെ പോകണം. അതായിരിക്കും നിൻ്റെ ലൈഫ്. നീ എപ്പോഴും വേറൊരുത്തന്നെ കൺട്രോളിൽ അവൻ പറയുന്ന അവൻ്റെ ആ ഒരു ഡിസിഷൻ എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിൻ്റെ ലൈഫ് കിടക്കാൻ പോകുന്നത്. നീ എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കുവാണ്, നിനക്കുള്ള ആ ഒരു ഫ്രീഡം ഭയങ്കര കുറവായിരിക്കും. എന്നിട്ട് അതിൻ്റെ മേളിലായിട്ട് നീ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും, നീ എന്തുമാത്രം വർക്ക് ചെയ്ത്, നീ എന്തുമാത്രം എഫേർട്ട് ഇട്ട് നിൻ്റെ ആ ഒരു വർക്ക് കാരണം നിൻ്റെ കമ്പനിക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ആ ഒരു ഉയർച്ച ഉണ്ടായെങ്കിൽ കൂടെ നിനക്ക് കിട്ടാൻ പോകുന്നതെന്നാണ്
അവസാനം എല്ലാ മാസവും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ആ ഒരു 30,000-40,000 സാലറി മാത്രം. ആ ഒരു ഇതിൽ നീ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നീ എങ്ങനെയൊക്കെ നിൻ്റെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ നോക്കിയാലും അത് നിൻ്റെ ആ ഒരു ബോസ് ആരാണോ അവൻ തീരുമാനിക്കുന്നതനുസരിച്ചായിരിക്കും നിനക്ക് ആ ഇമ്പ്രൂവ്മെൻറ്റ് വേണോ വേണ്ടതെന്ന് നിൽക്കാൻ പോകുന്നത്. അല്ലാതെ നിനക്ക് അവിടെ ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. പക്ഷേ അതേസമയം നീ ആ ഒരു ബിസിനസ്സിൻ്റെ കേസ് എടുക്കുമ്പം നീ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം നിൻ്റെ കയ്യിലിരിക്കുന്ന. നിനക്ക് എപ്പോൾ തുടങ്ങാം, എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, എത്ര സമയം വർക്ക് ചെയ്യണം, നീ എങ്ങനെ വർക്ക് ചെയ്യണം, എന്തൊക്കെയാണോ നീ ചെയ്യുന്ന അതിൽ അതെല്ലാം നിൻ്റെ കയ്യിലിരിക്കുന്നത്. നീ എന്താണോ തീരുമാനിക്കുന്നത് അതേപോലെ അത് മുന്നോട്ട് പോകാൻ പോകുന്നുള്ളൂ. ആൻഡ് അതിൽ നീ എന്തുമാത്രം സമ്പാദിക്കുന്നു എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നീ അതിനുവേണ്ടി എത്ര സമയം വർക്ക് ചെയ്യുന്നു, നീ എങ്ങനെ വർക്ക് ചെയ്യുന്നു, നീ എത്രമാത്രം എഫിഷ്യൻ്റ് ആണ്, നീ എന്തൊക്കെയാണോ അതിനുവേണ്ടി ചെയ്യുന്നത് അതിനനുസരിച്ച് മാത്രമാണ് നിൻ്റെ ആ ഒരു ഗ്രോത്ത് അതിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നിനക്ക് ആ റിസൾട്ട് ഇടുന്നത്. പക്ഷേ ആ 9 to 5 നീ എന്തൊക്കെ ചെയ്താലും ഇല്ലെങ്കിലും നിനക്ക് എപ്പോഴും കിട്ടാൻ പോകുന്ന ആ റിസൾട്ട് എപ്പോഴും സെയിം തന്നെയായിരിക്കും. ആൻഡ് ഈ ഒരു മേജർ ഡിഫറൻസ് അത് ഈ പറഞ്ഞ പോലെ ഞാനും എൻ്റെ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും എടുത്ത് കാണിക്കുന്നത് തന്നെയാണ്. പക്ഷേ ആ ഒരു ഡിഫറൻസ് അല്ലാതെ അതിൻ്റെ ഉള്ളിലുള്ള ആ റിയാലിറ്റി മനസ്സിലാക്കാണ് നീ ഇറങ്ങിയ കൊണ്ടൊരു കാര്യമില്ല. ഈ ഒരു സാധനം ഓക്കെ പറയുമ്പോഴത്തേക്കും 9 to 5 ഫ്രീഡം ഇല്ല, ബിസിനസ് ആണെങ്കിൽ നിനക്ക് ഫ്രീഡം കിട്ടും. ആ ഒരു ഫ്രീഡം എന്ന് പറയുന്ന സാധനം അത് നീ അച്ചീവ് ചെയ്തെടുക്കേണ്ട. അല്ലാതെ നീ ഒരു ബിസിനസ്സിലോട്ട് അതായത് 9 to 5 കൊള്ളത്തില്ല, 9 to 5 എനിക്ക് വേണമെന്ന് പറഞ്ഞൊരുത്തൻ ചുമ്മാ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവന്മാരും ഈ ബിസിനസ് എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ അവനതിൽ ഭയങ്കരമായിട്ട് കയറിപ്പോവും, അല്ലെന്നാണെങ്കിൽ അവൻ കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഇല്ലാണ്ടായി, ആ ഒരു ബിസിനസ്സേ ഇല്ല, ഒന്നുമില്ല. പിന്നെ അവസാനം ഏതെങ്കിലും ഭയങ്കര ഇതായിട്ട് വൃത്തിയായിട്ടൊരു ലൈഫ് സ്റ്റൈലായിരിക്കും അവൻ ജീവിക്കുന്നത്. അതായത് ഡെയിലി അവന് മര്യാദക്ക് അവൻ്റെ ഫാമിലിയിൽ നോക്കാനുള്ള പൈസ പോലും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാകത്തില്ല. ആൻഡ് ഈ ഒരു രണ്ടാമത്തെ ഇതിൽ കിടക്കുന്നവന്മാർ ഡെയിലിയുള്ള ഫുഡിനുള്ള പൈസ പോലും ഇല്ലാതെ കിടക്കുന്നവന്മാരെന്ന് പറഞ്ഞാൽ ആ 9 to 5 ഇല്ല, ബിസിനസ്സും ഇല്ല, ജസ്റ്റ് ആ 9 to 5 വേണ്ട, ആ ഒരു ബിസിനസ്സിനെ പറ്റി കംപ്ലീറ്റ് എന്താണെന്ന് പോലും അറിയാതെ ആ ഒരു ഈസി മണി സ്കീമെന്നും പറഞ്ഞിറങ്ങുന്നവന്മാരാണ്. ആൻഡ് അങ്ങനെ ഒരുത്തരായിട്ടല്ല നിനക്ക് ജീവിക്കേണ്ടത്. നീ ആ ഒരു ബിസിനസ് തൊട്ട് ഇറങ്ങുമ്പോൾ നീ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു റിസ്ക് എന്തൊക്കെ വരും, നീ എന്തൊക്കെയായിരിക്കും നിനക്ക് പോകേണ്ടി വരുന്നത്, എന്തൊക്കെയായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്, എല്ലാത്തിനെയും പറ്റി ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ തലയിൽ ആ ഒരു പ്ലാൻ വേണം. ഞാൻ ഇന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന രീതിയിൽ ആ ഒരു റിസൾട്ട് ഉണ്ടാവും, ഞാൻ ഇന്ന കാര്യം ഇന്ന രീതിയിലായിരിക്കും ഞാൻ ചെയ്യേണ്ടത്. എല്ലാത്തിനെയും പറ്റി നിനക്ക് ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഇല്ലാതെ നീ ജസ്റ്റ് ചുമ്മാ എന്തൊരു എളുപ്പമുള്ള സാധനമാണെന്നുള്ള രീതിയിൽ ഇറങ്ങി പോയി കഴിഞ്ഞാൽ നീ ആ ഒരു ഏറ്റവും വൃത്തികെട്ട ലൈഫ് സ്റ്റൈലിലോട്ടായിരിക്കും ചെന്ന് വീഴാൻ പോകുന്നത്. ഏറ്റവും ആദ്യം നീ മനസ്സിലാക്കുക. സോ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നീ ഒരു 9 to 5 ചെയ്യുന്നു, നീ ഒരു ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതല്ല. നീ എന്താണ് നിൻ്റെ ലൈഫിൽ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി നിനക്ക് ആ ഒരു ക്ലിയർ ആയിട്ടുള്ള പ്ലാൻ വേണം. നിൻ്റെ ലൈഫ് എങ്ങനെയാണ് പോകണമെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നീ ആ തീരുമാനിക്കാൻ പോകുന്നത്. അതിപ്പോൾ നീ ഒരു 9 to 5 ചെയ്യണോ, നീ ഒരു ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ മാത്രം ഞാൻ ആരുമല്ല. പക്ഷെ നീ എന്ത് തീരുമാനിക്കണം അതിൽ നീ ആ ഒരു ഉറച്ചു നിന്ന് ആ ഒരു ക്ലിയർ ആയിട്ടുള്ള പ്ലാൻ വേണം നിനക്ക്. അതായത് ഈ ഒരു സാധനം ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെയാണ് അത് വരേണ്ടത്, ഇങ്ങനെ ആകാനേ പാടുള്ളൂ. ആ ഒരു രീതിയിൽ നിനക്ക് ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് അതിന് വേണ്ടി മൂവ് ചെയ്യാൻ പറ്റണം. അല്ലാതെ 9 to 5 അങ്ങനെയാണ് ബിസിനസ് ചെയ്താൽ എനിക്ക് ചിലപ്പോൾ അങ്ങനെ പറ്റുമായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ കിട്ടുമായിരിക്കും, ആ ഒരു സ്ഥിരതയില്ലാത്ത രീതിയിൽ ഉറപ്പില്ലാത്ത രീതിയിൽ നീ ഒരു ലൈഫ് ചൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നീ എവിടെ എത്താൻ പോകുന്നില്ല. നീ ഏറ്റവും നശിച്ച ആ ഒരു ലൈഫ് കണ്ടീഷനിലായിരിക്കും ചെന്ന് വീഴാൻ പോകുന്നത്. എൻ്റെ ആ ഒരു അവസ്ഥ നിനക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. സോ ആ ഒരു ഇതിൽ നീ ക്ലിയർ ആയിട്ട് നിൻ്റെ മനസ്സിനോട് ചോദിച്ച് നല്ല രീതിക്ക് ആലോചിച്ച് ആ ഒരു തീരുമാനം എടുക്കുക. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈസി ആകുമെന്നും പറഞ്ഞ് ഭയങ്കര 9 to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ പണിയെടുത്ത് അങ്ങനെ വേണം, ബിസിനസ് ഈസിയാണ്, തുടങ്ങുമ്പോഴേ പൈസ വരുമെന്നും പറഞ്ഞല്ല നീ തുടങ്ങണ്ട. നീ ആ ഒരു ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്കും നിനക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു ഐഡിയ ഉണ്ടാകണം. ഞാൻ ഇത്ര നേരം വർക്ക് ചെയ്യും, ഇത്ര നേരം വർക്ക് ചെയ്ത് എനിക്ക് ഇന്ന സാധനം കിട്ടും, ഞാൻ ഇന്ന രീതിയിലായിരിക്കും എന്നിട്ട് സ്കെയിൽ ചെയ്യാൻ പോകുന്നത്, ഇന്ന രീതിയിലായിരിക്കും ഞാൻ എൻ്റെ സ്റ്റാഫിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളെയും പറ്റി നിനക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു ഐഡിയ ഉണ്ടാകണം, നിനക്ക് ആ ഒരു വിഷൻ ഉണ്ടാകണം. അല്ലാതെ ജസ്റ്റ് ഏതെങ്കിലും ഒരുത്തൻ ഒരു വീഡിയോയിൽ പറഞ്ഞ് നീ ഇറങ്ങി തുടങ്ങാൻ പോകുന്ന സാധനമല്ല ബിസിനസ്. മനസ്സിലാക്ക്. ആൻഡ് അതിൻ്റെ ആ ഒരു രീതിയിൽ നിൻ്റെ ആ ഒരു ഫ്യൂച്ചർ എന്താണെന്ന് ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് മൂവ് ചെയ്യും. നീ ഒരു 9 to 5 യൂസ് ചെയ്യുമോ ബിസിനസ് യൂസ് ചെയ്യുമോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇഷ്ടമാണ്. പക്ഷെ നീ എന്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ നിനക്ക് ആ ഒരു ക്ലിയർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാവണം. അല്ലാതെ നീ ചുമ്മാ എന്തെങ്കിലും കാണിച്ച് പോയി കഴിഞ്ഞാൽ നീ എവിടെ എത്താൻ പോകുന്നില്ല. ഐ ഹോപ്പ് ദാറ്റ് ഡു മേക്ക് സെൻസ്.